പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക നമ്മുടെ അനന്തപുരിക്കാർക്കെതിരെ ചന്തുമോളയും വെച്ച് നല്ല 8ൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ രാവിലെ തന്നെ ഒരുങ്ങി പോകുന്നത് കണ്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എന്താ രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത്, ആരെ കാണാനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, അച്ഛനെയും അമ്മയും കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ, അതുകൊണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ആ നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ആ സമയത്ത് ജാനകി സൂക്ഷിച്ച് പോണേ മോളെ, പെട്ടെന്ന് തന്നെ തിരിച്ച് വരണേ, മോൾ ഇവിടെ ഇല്ലാതിരുന്നാൽ എനിക്ക് വലിയ ടെൻഷനാണ് എന്നുള്ള രീതിയിലൊക്കെ സോപ്പിടുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോവുകയല്ല, എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ നടക്കാനുണ്ട്, അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ നടത്താനുണ്ട്, അതിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും, അതിന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വരണം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വേണുവും രേവതിയൊക്കെ അവളെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ അതിരാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്, എന്തേ പറ്റി, അനി എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടിയുണ്ടായോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അടിയുണ്ടാകുന്നത് ഒരു സ്ഥിരം സ്വഭാവമാണല്ലോ, അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഞാൻ ഇതിനല്ല വന്നത്, ഞാൻ വേറൊരു കാര്യത്തിനാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഗോളടിക്കാൻ പറ്റിയൊരു അവസരമാണ് കയ്യിൽ വന്നിരിക്കുന്നത്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാകും എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ഉദ്ദേശിച്ചത്, എന്താ നീ പറയാനുള്ളത്, തെളിച്ചപ്പെടുത്തിയിട്ട് പറയുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, വേറൊന്നുമല്ല, ആ ചന്തുമോളുടെ കാര്യമാണ്, ആദർശൻ്റെ കുഞ്ഞാണ് എന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത്, അതുപോലെ തന്നെയാണല്ലോ, അയാളുടെ കുഞ്ഞ് തന്നെയാണല്ലോ, അതുകൊണ്ട് ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, ഇത് പുറം ലോകം ഒന്ന് അറിയണം, അനന്തപുരിക്കാർക്കൊരു നാണക്കേട് തന്നെ ഉണ്ടാകണം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞതാണ് എന്നുള്ളത് അനന്തപുരിക്കാർ അറിയരുത്, പക്ഷെ ഞാൻ മീഡിയയിൽ പോയി പറയും, അത് ഞാനാണ് പറഞ്ഞത് എന്നുള്ളത് പറയരുത്, എൻ്റെ ശബ്ദം മാത്രം പുറത്തു വരുന്ന രീതിയിൽ ആയിരിക്കണം പറയേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണു പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ ആണ്, അനന്തപുരിക്കാർ അങ്ങനെ വലിയ മഹാന്മാരാണ്, അന്തസ്സുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണല്ലോ, എന്തായാലും ഇത്തരം കാര്യം കുടുംബത്തിൽ നടക്കുന്നത് അത് പുറം ലോകം അറിയണമല്ലോ, ഒന്ന് ആഘോഷമാക്കണമല്ലോ മോളെ, അതേതായാലും നല്ല ബുദ്ധിയാണ്, ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല, ഏതായാലും നീ എൻ്റെ മകൾ തന്നെ എന്നൊക്കെ വേണു ഇങ്ങനെ അനാമികയെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഏതായാലും മോളിക്കാര്യം പറഞ്ഞ് വന്നതല്ലേ, എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മീഡിയയിലുണ്ട്, ഞാൻ എന്തായാലും അയാൾ വിളിച്ച് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വേണു ആ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് അവരുടെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അത് കേട്ടിട്ട് നമ്മുടെ അനാമിക അങ്ങോട്ട് പോവുകയാണ്. കൂടെ വേണുണ്ട്, പക്ഷേ അനാമിക മാത്രമാണ് എല്ലാ കാര്യവും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ അനന്തപുരിയിൽ ഇപ്പോൾ ചന്തുമോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞ് വന്ന് കയറിയിട്ടുണ്ട്, അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മറച്ചു പിടിച്ച് നടക്കുകയാണ്, അത് മറ്റാരെയും കുഞ്ഞല്ല, അവിടെ ആദർശം പറഞ്ഞ് നടക്കുന്ന ആദർശ എന്ന് പറയുന്ന ഒരു കൊച്ചുമകനുണ്ട്, നമ്മുടെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ്, അവരാണിപ്പോൾ ഓഫീസിൻ്റെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നത്, അതുകൊണ്ട് തന്നെ അവരെയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, അവരാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് അതിലൊരു കൊച്ചിനെയും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ആരും അറിയാതെ അനന്തപുരിയിൽ താമസിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള സത്യമൊക്കെ പറയുകയാണ്. മീഡിയക്കാരാണെങ്കിൽ അനന്തപുരിക്കാർക്കെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അത് ആഘോഷമാക്കാമെന്ന് കരുതിയിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതവർക്ക് വലിയൊരു പിടിവള്ളി ആയിരിക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലൊരു റീച്ച് കിട്ടാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ള സോഷ്യൽ മീഡിയക്കാർ ചിന്തിക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ഒരു അനന്തപുരിക്കാരിൽ ഒരു ഇഷ്ടം ഉള്ള ഒരാൾ പറയുന്നുണ്ട്, ഇത് മൂർത്തി സാർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും, ഇത് കേസാക്കി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല, പിന്നെ ഇവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകണോ എന്നൊക്കെ പറയുന്ന സമയത്ത്, മീഡിയ എന്ന് പറയുന്നത് അതന്നെയല്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ കള്ളത്തരമാണോ എന്ന് തെളിയിക്കുന്നതാണല്ലോ നമ്മളെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആൾ അതെന്തായാലും പുറം ലോകം അറിയിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. ആ ഒരു സമയത്താണ് ഈ മീഡിയയിലുള്ള ആ ഒരാൾ അനന്തപുരിക്കാരോട് വലിയ അടുപ്പം ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ചും അനാമിക തുറന്ന് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പും നമ്മുടെ മൂർത്തി സാറിനും ആദർശനും ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു ഇത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്.
എന്നിട്ട് മൂർത്തി സാറും ആദർശമൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ഇതിപ്പോൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞോ, പുറത്ത് വിട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ പരിധിക്കുള്ളിൽ വരും എന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മൂർത്തി സാർ പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യം നന്ദുവിനെ നമുക്ക് ഏൽപ്പിക്കാം, ഇതെന്തായാലും പുറം ലോകം അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തെറ്റും ചെയ്യാത്ത ആദർശമാണ് കുടുങ്ങാൻ പോകുന്നത്, അനന്തപുരിക്ക് അതൊരു വലിയ ചീത്തപ്പേരും ആകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാനും അത് പുറംലോകം അറിയാതിരിക്കാനും നന്ദുവിനെ തന്നെ ഏൽപ്പിക്കാം. മോളാകുമ്പോൾ അത് വൃത്തി പോലെ ചെയ്യും, നമുക്ക് പുറം ലോകം അറിയില്ല, ആരും അറിയാതെ തന്നെ കൈകാര്യം ചെയ്തോളും, അത് നമുക്ക് വലിയ ഉപകാരമാകും എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശനും ആദർശമൊക്കെ ചിന്തിച്ചിട്ട് ഇക്കാര്യം നന്ദുവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നന്ദും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശനും ആദർശേട്ടനും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, കാരണം എനിക്ക് ഈ ഒരു നാട്ടിലെ ജോലി തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദിയും ഇതൊക്കെ ഞാൻ കാണിച്ചുകൊണ്ട് തന്നെ ഇത് ആരും അറിയാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ അനാമികയെ ഞാൻ 8ൻ്റെ പണി കൊടുത്ത് പൂട്ടിക്കോളാം എന്നൊക്കെ പറയുകയാണ്. നന്ദു ആ പറഞ്ഞതിൽ ഒരു ആശ്വാസമായിട്ട് ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ആൾ അത് പുറത്തോട്ട് എങ്ങനെയെങ്കിലും വിടണം എന്നുള്ള ആ ഒരു അനന്തപുരിക്കാരോട് കുറച്ചൊരു ദേഷ്യമുള്ള ആൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ പുറത്ത് വിടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.